അപ്പോൾ സ്റ്റീലിനേക്കാളും ദൃഢതയുള്ള ഒരു സംഭവമാണ് ഈ പറയുന്ന മുള. ട്രെയിനിൻ്റെ റെയിൽ പോലും ഇതുവഴി ഉണ്ടാക്കുന്നുണ്ട്. ടൈലുകൾ ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ അങ്കമാലിയിലത് ഉണ്ടാക്കുന്നുണ്ടല്ലോ. 10 കിലോ എന്നുള്ളത് ഉറപ്പാക്കി കൂട്ടിയാൽ പോലും 7 രൂപ 40 പൈസ അവിടെ കൂട്ടുമ്പോഴും 350 രൂപ നമുക്ക് സാധനത്തിന് വില കിട്ടേണ്ടതാണ്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. അഗർകോത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം. എൻ്റെ പൊന്നോ വായിപ്പെന്ന് പറഞ്ഞിട്ടുള്ള അട്ടാറ് പൊളി. നിങ്ങൾ ലൈഫിൽ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ നിങ്ങൾ പാല ഭരണങ്ങാനത്തേക്ക് വരണം. ഈ കൃഷി സ്ഥലം ഒന്ന് സന്ദർശിക്കണം. ഏതാണ്ടൊരു 4.5 ഏക്കർ സ്ഥലത്ത് മുളങ്കാട് വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. നമ്മളൊരു ഏർലി മോർണിംഗ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞുള്ളൂ, ഇതിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു പേടി തോന്നും. അതുപോലെ രസം എന്ന് പറഞ്ഞാൽ ഡാർക്ക് ഫീലാണ് ഒരു മോർണിംഗിൽ. അത് കഴിഞ്ഞിട്ട് വൈബെന്ന് പറഞ്ഞുകൊണ്ടല്ലോ, മീനച്ചിലാറിൻ്റെ കരയിൽ അടിപൊളി ഒരു 4.5 ഏക്കർ കൃഷിസ്ഥലം. അത് കുറേയധികം കൃഷിസ്ഥലമുണ്ട്. അതിൻ്റെ ഒരു ഭാഗമാണ് ഈ ഒരു മുളങ്കാടിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നത്. ആ ഒരു വിശേഷങ്ങളാണ് നിങ്ങളുടെ മുൻപിലേക്ക് വയ്ക്കുന്നത്. അതിനൊപ്പം തന്നെ ഈ മുളം കൃഷി കൊണ്ട് വലിയ രീതിയിൽ കർഷകർക്ക് ലാഭം ഉണ്ടാക്കിയെടുക്കാം. വിദൂര ഭാവിയിൽ നല്ല ഫ്യൂച്ചറുള്ള ഒരു കൃഷി വിളയാണ് ഇത് എന്നാണ് ഈ കർഷകൻ പറയുന്നത്. ആ വിശേഷങ്ങൾ കൂടി ഇതിനകത്ത് പങ്കുവയ്ക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും അഗർകോത്തിൻ്റെ മനോഹരമായ എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി വളരെ ഹൃദ്യമായ സ്വാഗതം. എൻ്റെ പേര് ജോയ് ജോസഫ് എന്നാണ്. പാലായിലാണ് വീട്. മീനച്ചിൽ പഞ്ചായത്തിലാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് മീനച്ചിൽ ബാംബു ഓക്സിജൻ പാർക്കിലാണ്. ഈ സൈഡിൽ നിൽക്കുന്നത് ഇച്ചിരി വ്യത്യാസപ്പെട്ട പല ബാമ്പുകളാണ്. ഈ സൈഡിൽ നിൽക്കുന്നതെല്ലാം ഒലിവേറി എന്ന് പറയുന്ന ഒരു സംഭവമാണ്, തൈറോസ്റ്റാറ്റിക്സ് ഒലിവേറി. ഇതൊരു 2 ഏക്കർ 64 സെൻറ്റ് സ്ഥലമാണ് ഇത്. അതിന് കൂടാതെ ഇതിനപ്പുറത്തോട്ട് പോകുന്നത് ഒരു 2.5 ഏക്കർ നമ്മൾക്ക് ബാമ്പു തന്നെയായിട്ടുള്ള ഒരു തോട്ടമുണ്ട്. ഇവിടെ എത്ര ഇനങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മൾ? ഇവിടെ ഇനങ്ങൾ ഞാൻ കൂടുതൽ ചെയ്യുന്നില്ല, പക്ഷേ ഞാൻ കർഷകരെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ 10-20 വെറൈറ്റികളുണ്ട്. അത് മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെ 100-ന് മുകളിലുള്ള സംഭവങ്ങളുണ്ട് ഇന്ത്യയിൽ ഉള്ളതാണ്. പക്ഷേ കാർഷിക മേഖലയ്ക്ക് ഗുണം ചെയ്യാൻ, കർഷകർക്ക് ഗുണകരമായിട്ടുള്ള ഒരു 4-5 കൂട്ടം സാധനമുണ്ട് പ്രധാനമായിട്ട്. അത് മനസ്സിലാക്കി അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ പലരും ഈ ഭംഗിക്ക് വേണ്ടിയുള്ളതും എല്ലാ വായനും ചെയ്യുന്നത് അതല്ല. ഇത് മറ്റ് മരങ്ങളുടെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. കാരണം നമുക്ക് 2 അടി മണ്ണ് മാത്രം മതി. ഏത് പാറപ്പുറത്തും മുള വളരും. മുള വരുന്നിടത്ത് ധാരാളം വെള്ളം ലഭിക്കും. ഇതിൻ്റെ എല്ലാ അറ്റത്തും കണ്ടോ വെള്ളത്തുള്ളികൾ, കണ്ടോ വെള്ളത്തുള്ളികൾ. വെള്ളമാണ് ഇതിൻ്റെ ഓരോ അറ്റത്തും മണ്ണ് നിൽക്കുന്നത്. അത് രാവിലെ എല്ലാത്തിലും ഉണ്ട്. അത് വേനൽക്കാലത്തും ഇതുണ്ടാകും. കാരണം കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തോട്ട് വലിച്ചെടുക്കുകയും ഓക്സിജനെ തള്ളുകയും ചെയ്യുന്നതാണ്. അതിൻ്റെ പ്രക്രിയയിലുള്ളതാണ്. അതിന് ഗട്ടേഷൻ എന്ന് പറയും. ഈ മുളയ്ക്കകത്ത് എപ്പോഴും പക്ഷികളുണ്ടാകും. വിവിധ തരം പക്ഷികൾ ധാരാളം വരും. കാട്ടുകോഴികൾ ഇപ്പം നിങ്ങൾക്ക് ഉള്ളിൽ കയറുമ്പം ചിലപ്പോൾ കാണാൻ പറ്റും. രാവിലെ വരുന്ന ഇവിടെ 11 കാട്ടുകോഴികളെ ഞാൻ കാണാറുണ്ട് സ്ഥിരം. അതുകൊണ്ട് പിന്നെ മറ്റു പല ഇനം സംഭവങ്ങൾ ഇതിൽ വരുന്നതാണ്. വളരെ മനോഹരമാണ്. രാത്രിയാണെങ്കിൽ കാണാവുന്ന വേറൊരു വലിയൊരു പ്രത്യേകതയുണ്ട്, മിന്നാമിനിയെ. അത് കാണണമെങ്കിൽ രാത്രി വരണം, വെറുതെ വന്നിരിക്കണം, ഇരുട്ടത്തിരിക്കണം. അന്നേരമാണ് ഇത്രയും മിന്നാമിനിങ് ഉണ്ടല്ലോ എന്ന് നമുക്ക് ഓർത്ത് പോകുന്നത്. അത്രയും രസകരമാണ്. കേരളത്തിന്റെ തനത് കാലാവസ്ഥയിൽ വളരുന്ന അപൂർവീന മുളകളുടെ സംരക്ഷകനാണ് പാല ഭരണങ്ങാനം സ്വദേശിയായ ജോയി എന്ന കർഷകൻ. തന്റെ 10-25 ഏക്കറോളം വരുന്ന റബ്ബർ തോട്ടത്തിലെ 4 ഏക്കറോളം ഭൂമിയാണ് ജോയി ചേട്ടൻ ഇന്ന് മുളകളെ പരിപാലിക്കുവാനായി മാറ്റിയിരിക്കുന്നത്. മീനച്ചിലാറിന്റെ തീരത്തെ എക്കൽ കലർന്ന മണ്ണും അനുയോജ്യമായ അന്തരീക്ഷ ഈർപ്പവും ഒക്കെ മുളകൾക്ക് അനുകൂല ഘടകങ്ങളായി. ഏതാണ്ട് 3 വർഷങ്ങൾ കൊണ്ട് മുളങ്കാടുകൾ നിറഞ്ഞ ഒരു വനമായി മാറി ഈ പ്രദേശം. യാത്രകളും സാഹസികതയും ജലവിനോദവും ഒക്കെ ഇഷ്ടപ്പെടുന്ന ജോയി ചേട്ടൻ തികഞ്ഞൊരു പ്രകൃതി സ്നേഹി കൂടിയാണ്. അതിനാലാവാം സ്വന്തം കൃഷിയിടവും വീടുമൊക്കെ പ്രകൃതിക്ക് ഇണങ്ങുന്ന രീതിയിൽ ഇദ്ദേഹം ഇപ്പോഴും സംരക്ഷിക്കുന്നത്. നടപ്പിനിടയിൽ ജോയി ചേട്ടൻ ഇടയ്ക്കിടെ പറയുന്നുണ്ടായിരുന്നു, ഒരവധിക്കാലം ആഘോഷിക്കാനായി ഭൂമിയിലേക്ക് വിരുന്നെത്തിയവരാണ് നമ്മൾ. ഇവിടെ ഉള്ളതൊന്നും നമ്മുടെ സ്വന്തമല്ല. മുൻഗാമികൾ കാത്തുപരിപാലിച്ചതിനെയൊക്കെ പൊടി തട്ടി കാത്തു സൂക്ഷിച്ച് അടുത്ത തലമുറയ്ക്ക് വേണ്ടി കരുതി വയ്ക്കുക മാത്രമാണ് നമ്മുടെ ജോലി. അതുകൊണ്ടൊക്കെയാവാം മലീമസമായിക്കൊണ്ടിരിക്കുന്ന ഈ പ്രകൃതിയെ സംരക്ഷിക്കാൻ ഇത്ര ഭംഗിയുള്ള മുളങ്കാടുകളുടെ വനം ജോയി ചേട്ടൻ ഇവിടെ തീർത്തിരിക്കുന്നത്. ഞാൻ നേരത്തെ ഈ 2.5 ഏക്കർ സ്ഥലത്ത് വാഴ വെച്ചിരുന്നു.
നല്ല വിളവ് കിട്ടുന്ന ഭൂമിയാണ് ഇത്, നല്ല ഫെർട്ടൈൽ ലാൻഡാണ്. ആ വാഴ വെച്ച് കഴിഞ്ഞ് വാഴ ഗംഭീരമായി ഉണ്ടായാലും വാഴക്കൊല ഒന്നിച്ച് ഉണ്ടാകുമ്പോൾ ആർക്കാ വേണ്ടി. രണ്ടാമത് കപ്പയിട്ടു. കപ്പ ഗംഭീരമായിട്ടുണ്ടായി കഴിഞ്ഞപ്പം അതും മേടിക്കാൻ ആളില്ലെന്നായി. എന്നാൽ മുള ചെയ്താലോ എന്ന് ഓർത്തു. ധൈര്യമായിട്ട് തന്നെ മുളയിലേക്ക് ഇറങ്ങി. അതെൻ്റെ ഒരു ഭാഗ്യം പോലെ ഞാൻ കരുതുന്നത്. കാരണം അത്രയും നല്ല കാര്യമാണ്, ഞാൻ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും നല്ലൊരു കാര്യമാണ് ഈ മുള വയ്ക്കാൻ പോയത് എന്ന് എനിക്കിപ്പോൾ തോന്നുന്നത്. ഇത് ഞാൻ ഒരു 3 ഇനമാണ് പ്രധാനമായിട്ട് വന്ന്. ഒന്നിൻ്റെ പേര് ബെൽക്കോവ, പിന്നെ ഞാൻ ആസ്പർ വെച്ചിട്ടുണ്ട്, പിന്നെ ടുൾഡയുണ്ട്. എന്നാലിപ്പം നൂതൻ എന്ന് പറഞ്ഞാൽ അതുപോലെ നല്ലൊരു സാധനമുണ്ട്, നൂതൻ. അപ്പോൾ അതൊക്കെയാണ് സത്യത്തിൽ നമ്മൾ കർഷകർ ഉപയോഗിക്കേണ്ടത്. നമുക്ക് ഈ കാർബൺ ക്രെഡിറ്റ് കിട്ടാനും അതുപോലെയല്ല നമുക്ക് എന്ത് ഫർണിച്ചറുകൾ ഉണ്ടാക്കാനും. നമ്മൾ മറ്റ് രാജ്യങ്ങളിൽ പോകുമ്പോഴാണ്, പ്രത്യേകിച്ച് പല ദ്വീപുകളിലുമൊക്കെ ചെല്ലുമ്പോഴാണ് മുളയുടെ ആ സൗന്ദര്യവും അതുവഴിയുള്ള ടൂറിസവും. ഇപ്പം വയനാട്ടൊക്കെ ആണെങ്കിൽ മുഴുവൻ കെട്ടിടങ്ങളും കോൺക്രീറ്റ് കെട്ടിടങ്ങളും ഒക്കെ മുള കൊണ്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. ഇവിടെ നിൽക്കുന്നത് ബെൽക്കോവയാണ്. ബെൽക്കോവയെ തന്നെ ഭീമാ മുള എന്നും ചിലർ പറയാറുണ്ട്. ഇത് നമ്മൾ ഓർക്കുകയല്ലേ ഇത് മുള്ളുണ്ടെന്നുള്ളത്. ഇത് കണ്ടോ, ഒരു മുള്ളും ഇതിലില്ല. നല്ല എങ്ങനെ വേണേൽ ഉള്ള കാര്യം എന്നാന്ന് വെച്ചാൽ ഇതിന് നല്ല ബലമാണ്, ഒടിയാൻ പ്രയാസമാണ്. ഇത് കണ്ടോ, അതിൻ്റെ ചെറുത് പോലും ഇങ്ങനെ നിൽക്കുക. അത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. 4 അടി അകലത്തിൽ വയ്ക്കുകയും വരികൾ തമ്മിൽ 8 അടി വെച്ച് 8 അടിയുടെ നീളത്തിൽ ഇത് ചെയ്യുമായിരുന്നെങ്കിൽ 1 ഏക്കറിൽ 1000 എണ്ണം വെക്കാമായിരുന്നു. അങ്ങനെ ഈ 1000 എണ്ണം വയ്ക്കുമ്പോൾ അത് നമുക്ക് 40 ടണ്ണ് നമുക്ക് കിട്ടും. ഈ ഭീമാ മുള ഏറ്റവും മിനിമം 40 ടണ്ണ് കിട്ടും ഓരോ വർഷവും. ഇതിപ്പം ഞാൻ നിൽക്കുന്നത് ആസ്പർ എന്ന് പറഞ്ഞ സാധനമാണ്. അപ്പോൾ ഇത് കണ്ടോ, ഇതിപ്പം 3-ാം വർഷം ആയി. അത് കഴിഞ്ഞപ്പോൾ പുതിയ ഷൂട്ടുകളാണ്. ഇപ്പോൾ ഇവനങ്ങ് പോകുന്ന ഒരു 60 അടിയിലോട്ട് പോകും. 50 അടി 60 അടി ഇവൻ്റെ പൊക്കം വരേണ്ടത്. അപ്പോൾ ഇവനെയൊക്കെയാണ് നമ്മളിനി മാർക്ക് ചെയ്ത് വെച്ച് നമ്മൾ കൊടുക്കേണ്ട സാധനം. 2 കൊല്ലം കഴിഞ്ഞ് നമുക്ക് കൊടുക്കാം. 2 വർഷം ഒന്നേരത്തേക്കും പുതിയ ഷൂട്ട് വരും. ആ പുതിയ ഷൂട്ട് അവനങ്ങോട്ട് പോകും. എപ്പോഴും നേരത്തെ ഉണ്ടായ ഷൂട്ടിനേക്കാൾ ഉയരത്തിലായിരിക്കും അടുത്ത ഷൂട്ട്. കാരണം വേരുകൾ അതുപോലെ ചുവട്ടിൽ വരുന്നുണ്ട്. അന്നേരം പുതിയ ഷൂട്ടുകൾ കൂടുതൽ ഉയരത്തിലേക്ക് പോകും. അങ്ങനെ മിനിമം ഒരു 60 അടിയിൽ കുറയാതെയുള്ള രീതിയിലേക്ക് വരും. അങ്ങനത്തെ 1000 എണ്ണമാണ് 1 ഏക്കറിൽ നടാവുന്നത്. ഇത് നമ്മൾ സാധാരണ കാണുന്ന ഈ ഗോൾഡൻ ബാമ്പു ഉണ്ടല്ലോ, ഗോൾഡൻ ബാമ്പു എന്ന് പറയും ഈ സാധനമാണ്. ഇതെല്ലാ വീടുകളിലും ഭംഗിക്കായിട്ട് പലരും മേടിച്ച് വെക്കുകയും വീടിൻ്റെ അന്തരീക്ഷത്തിൽ 5 സെൻറ്റോ 10 സെൻറ്റോ ഒക്കെയുള്ള വീട്ടുകാർ വീടിൻ്റെ ഭംഗിക്ക് വേണ്ടിയിട്ട് വയ്ക്കുന്നതാണ്. ഇതിന് വേറൊരു കാര്യം എന്താ വെച്ചാൽ ഇതിനൊക്കെ നല്ല വളർച്ചയാണ്. മുളയാണല്ലോ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് വളരുന്ന ചെടി. ഓഗസ്റ്റ് മാസം വെച്ചതാണ്. ഓഗസ്റ്റ് മാസം ഈ ഒരു ഇത് മാത്രം കൊണ്ടുവന്ന് ഇവിടെ വെച്ചതാണ്. ഇതിപ്പം കണ്ടോ വളർന്ന് എവിടം വരെ ചെന്നു. ഇനിയിപ്പോൾ അടുത്തത് വരുന്നത് ഇതിലും വളരും, അതിലേക്കും പോകും. നല്ല ഉയർന്ന് ഇങ്ങനെ വളരെ പെട്ടെന്ന് ഇത് വളർന്നു വരുന്ന ഒരു ഭംഗിയുള്ള ഒരു മുളയാണ്. പക്ഷേ ഞാൻ ഇതിനകത്ത് റെക്കമെൻഡ് ചെയ്യുന്നത് കാർഷിക മേഖലയിലെ കർഷകർക്ക് ഗുണകരമായിട്ടുള്ള മറ്റു മുളകളെ പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. ഇതിനെയല്ല ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. കാരണം ഇതിനുള്ളിലൊക്കെ പൊള്ളയാണ്. ഇതിൻ്റെ നടിയിൽ വശം എന്ന് പറയുന്ന ഈ ഒരു കമ്പ് മതി. അപ്പോൾ അതിനകത്ത് ആ കണ്ണുണ്ടായിരിക്കണം. ആ കണ്ണ് ഉള്ള സാധനം കൊണ്ടുവന്ന് വെറുതെ മണ്ണിൽ വെച്ചാൽ മതി. വെച്ച് കഴിഞ്ഞാൽ ഇവനങ്ങ് കയറിക്കോളും. ഇത് ടി ഒലിവേറി എന്ന് പറയും, തൈറോസാറ്റിക്സ് ഒലിവേറി എന്ന് പറയുന്ന ഇനമാണിത്. ഇതിന് വേറൊരു പ്രത്യേകത, ഇതിപ്പം വെച്ചിട്ട് കൃത്യം 12-ാം മാസമായിട്ടുണ്ട്. അതെ, 12 മാസമാണ് ഇതിപ്പോൾ ആയിട്ടുള്ളത്. ഇങ്ങനെ വളരെ പെട്ടെന്ന് ഇതുപോലെ വരും. ഇതിൻ്റെ ഈ ഇലകളൊന്നും ഇതുണ്ടോ, ഒന്നും അങ്ങനെ പൊഴിഞ്ഞ് പോകില്ല. അവരിങ്ങനെ നല്ല ഭംഗിയായിട്ട് നിൽക്കും. ഒന്നിനൊന്നിനും ഇപ്പോൾ ഈ കാണുന്നതിനേക്കാളും വലുതായിരിക്കും അടുത്ത ഷൂട്ട് കയറി വരുമ്പോൾ. ഒറ്റ കൊല്ലം കൊണ്ട് ഇത്രയും വളർന്നു എന്ന് നമ്മൾ ഓർക്കണം. ഇത് നമുക്ക് വ്യാവസായികമായിട്ടെന്നുള്ളതിനേക്കാളുപരി നമുക്ക് ഒരുപാട് ഫർണിച്ചേഴ്സൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. മുള കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമ്മൾ ആ സാധ്യതകളിലേക്കൊന്നും ആരും പോയിട്ടില്ല. അതെല്ലാം മനസ്സിലാക്കേണ്ടതുണ്ട്. അടുത്ത യുഗം എന്ന് പറയുന്നത് മുളയുടെ ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെ ഈ ഇനത്തിൻ്റെ? ഇതിനുള്ളത് എന്നാ വെച്ചാൽ ഇതിനുള്ളിൽ വളരെ കുറവാണ്. നല്ല ഹൈറ്റ് കിട്ടും, പെട്ടെന്ന് വളരും, നമുക്ക് കൂടുതൽ ഓക്സിജൻ കിട്ടുന്നതാണ് ഈ സംഭവങ്ങൾ. മുളയ്ക്കുള്ള ഒരു വലിയൊരു പ്രത്യേകത അതാണ്. ഈ മുളയുടെ മാത്രമല്ല എല്ലാ മുളകളുടെയും ടെൻസിൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 26,000 ആണ്. അതുപോലെ തന്നെ സ്റ്റീലിൻ്റെ അതേസമയം 20,000 ഉള്ളൂ. അവിടെയാണ് വ്യത്യാസം വരുന്നത്. അപ്പോൾ സ്റ്റീലിനേക്കാളും ദൃഢതയുള്ള ഒരു സംഭവമാണ് ഈ പറയുന്ന മുള. പക്ഷേ അത് പൊടിച്ച് കംപ്രസ് ചെയ്ത് അതിനെ പ്രത്യേക രീതിയിലുണ്ടാക്കണം. ട്രെയിനിൻ്റെ റെയിൽ പോലും ഇതുവഴി ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പം ഇതുകൊണ്ടുള്ള വീട്ടിലേക്കുള്ള ഇപ്പം ടൈലുകൾ ഉണ്ടാക്കാൻ പറ്റും.
നമ്മുടെ അങ്കമാലിയിൽ അത് ഉണ്ടാക്കുന്നുണ്ടല്ലോ, അവിടെ സാധനം കിട്ടുന്നില്ല. ഇത് ഞാൻ ഗോഹത്തിൽ നിന്ന് കൊണ്ടുവന്ന് വന്ന ആസാം, അവിടുന്ന് നമ്മൾ കൊണ്ടുവന്നതാണ്. കുറേ ഇനം അവിടുന്ന് ഞാൻ കൊണ്ടുവന്നിരുന്നു. ഇതും ഇതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. പക്ഷേ ഉള്ള ഗുണം ഇതിന് ഇങ്ങനെ അകന്നകന്നാണ് ചുവടുകളിൽ പൊട്ടി ഇത് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതും ഈ പറഞ്ഞ പോലെ 12 മാസം ആകുന്നതേ ഉള്ളൂ. പക്ഷേ ഇതിന് ഹൈറ്റിനേക്കാളുപരി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കൂടുതലാകെ പൊട്ടി. നമുക്ക് ഇപ്പം ചിലയിടത്ത് നമുക്ക് ഒരുപാട് ഉയരവും വേണ്ട, അങ്ങനെയുള്ളത് ചെയ്യാനും നല്ലതാണ്. ഇതും ഫർണിച്ചറിനും കൊള്ളാം, എല്ലാ കാര്യത്തിനുമുള്ള ആനമുള്ള പോലെ തന്നെ ഉള്ളതാണ്. ഇത് ഓരോ സ്ഥലത്ത് ഓരോ പേരിലാണ് പറയുന്നത്. ബാംബൂസ ജൈജാൻറ്റിക് എന്ന് പറയും, വേറെ ചിലർ പറമുള എന്ന് പറയും, ചിലത് ആനമുള എന്ന് പറയും. ഇപ്പോൾ ഇതിലേക്ക് കയറി വന്നപ്പോൾ ഈ കണ്ട ഭാഗമൊക്കെ ഈ മഞ്ഞമുള ആറിൻ്റെ തീരത്ത് ആദ്യകാലത്ത് ഞാനിങ്ങനെ വെച്ചതാണ്. ഇത് വെച്ചിട്ടൊരു 10-12 കൊല്ലമായ ചുവടുകളായത്. ഇത് നട്ടുപിടിപ്പിക്കാൻ യാതൊരു പ്രയാസമില്ല. ഇത് ഒരുപാട് ആറിൻ്റെ തീരങ്ങളിൽ ഇത് പലരും വെച്ചിട്ടുണ്ട്. ഇത് പ്രത്യേകം വയ്ക്കാതെ തന്നെ ചിലത് വന്ന് കയറി അവിടെ കിടന്ന് ഉണ്ടായിക്കോളും. ഇത് നമ്മൾ ഒരു ആവറേജ് ആയിട്ടുള്ള ഒരെണ്ണം വെട്ടിയെടുത്തിട്ട് നമ്മളതിനെ പെടത്തി അങ്ങോട്ട് ഇട്ട് ഇച്ചിരി മണ്ണും കൂടെ ഇട്ടേക്കാമെങ്കിൽ ആ ഓരോ മുട്ടിൽ നിന്നും കയറി വരും. അങ്ങനെ ചെയ്തതാണ് ഞാൻ ഇതിനകത്ത്. അത് നല്ല ഭംഗിയായിട്ടത് കയറി വരുന്നുണ്ട്. ഇത് പിന്നെ പെട്ടെന്ന് പോകും ഇത് പെട്ടെന്ന് പോകത്തില്ല. പെട്ടെന്ന് പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കുറച്ചായി കഴിയുമ്പോൾ ഇത് കണ്ടോ ഉണങ്ങി കുറേയൊക്കെ പോകും. അതിന് മുമ്പ് തന്നെ നമ്മൾ വെട്ടിക്കൊടുക്കുകയാണെങ്കിലുള്ള ഒരു നല്ലപോലെ ഒരു ചുവട് വന്നാൽ, ഇപ്പോൾ ഈ ഒരു ചുവടെന്ന് പറയുന്നത് ഇപ്പോൾ ഒരു 2 വണ്ടിക്കുള്ളത് സാധനം കാണും. 2 വണ്ടിക്ക് ഈ പറയുന്ന 407-നാണെങ്കിൽ ഒരു 2 വണ്ടിക്കുണ്ട്. അതിൽ വലിയ ലോഡ്. കാരണം ഇതിൻ്റെ പൊക്കം കണ്ടോ, നല്ല പൊക്കമുണ്ട്. അപ്പോൾ ഒരെണ്ണം ആവറേജ് ഒരു 50 കിലോ വീതം ഏതായാലും ഉണ്ടാകും. കാരണം നമുക്കറിയാം ഈ ഒരു മുള ചോട്ടിൽ നിന്ന് കട്ട് ചെയ്ത് ഒരാൾ എടുത്തുകൊണ്ട് പോകണമെങ്കിൽ വലിയ പാടാണ്. അപ്പോൾ അത്രയും നീളമുണ്ട്, അത്രയും ഹൈറ്റും ഉള്ള ഒരു സാധനത്തിന് 50 കിലോ എന്നുള്ളത് ഉറപ്പാക്കി കൂട്ടിയാൽ പോലും 7 രൂപ 40 പൈസ അവിടെ കൂട്ടുമ്പോഴും 350 രൂപ നമുക്ക് സാധനത്തിന് വില കിട്ടേണ്ടതാണ്. അതേസമയം 50 രൂപയ്ക്കും 100 രൂപയ്ക്കും ഒക്കെ കച്ചവടക്കാർ വന്ന് കൊണ്ടുപോകും. അവർക്കുള്ള കൂലി വേണ്ടതെന്ന് ഓർക്കും. നമ്മളിപ്പോൾ ഒരു 4-4.5 ഏക്കറോളം ഈ ഒരു മുള കൃഷിക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് അതിൽ നിന്നുള്ള വരുമാനം എങ്ങനെയാണ് അതൊന്ന് പറഞ്ഞത്? ഇത് 4.5 അല്ല, ഇത് 5 ഏക്കർ മിച്ചം ഈ പ്ലോട്ട് ഇവിടെയുണ്ട്. 2.5 ഏക്കർ. അപ്പോൾ 5 ഏക്കർ മിച്ചം സ്ഥലം ഇതിനകത്തുണ്ട്. ഇതിൻ്റെ വരുമാനം എന്ന് പറയുന്നത്, ഞാൻ ഈ സാമ്പത്തിക വരുമാനത്തെക്കാൾ ഉപരിയായിട്ട് ചിന്തിക്കുന്ന വേറൊരു കാര്യം, ജനങ്ങൾക്ക് ഇതിൻ്റെ ഗുണം കിട്ടണം, അവർ കൂടുതൽ പ്രയോജനത്തിലേക്ക് പോകണം. ഇതിൻ്റെ വരുമാനം എന്ന് പറയുന്നത് റബ്ബറിനെക്കാട്ടിലും 4 ഇരട്ടി വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന സാധനം. 4 അല്ല, അതിൽ കൂടുതലുണ്ട്. കാരണം നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ, കാർബൺ ക്രെഡിറ്റ് എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ കാണുമല്ലോ. അതിലേക്കൊക്കെ കൊണ്ടുവരാവുന്നതാണ്. പക്ഷേ നമുക്ക് അതിന് ഏക്കർ കണക്കിന് വെക്കുന്ന കുറേ പേര് നമുക്കുണ്ടാകണം. ഈ കാർബൺ ക്രെഡിറ്റ് ഫണ്ടിലേക്ക് നമ്മൾ പോകേണ്ട കാലം ശരിക്കായി. നമ്മളോർക്കും അന്യരാജ്യങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ, എല്ലായിടത്തും എല്ലാം വളരില്ല. ഇന്ത്യ എല്ലാ കാര്യങ്ങളും നല്ല സമ്പൽ സമൃദ്ധമായ രീതിയിലേക്ക് വളർത്താവുന്നതും നല്ല പ്രകൃതി ഭംഗിയുള്ള പ്രദേശവും കേരളം വളരെ കൂടുതലും. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെയുള്ള മാറി ചിന്തിച്ച് കാർബൺ ക്രെഡിറ്റ് ഫണ്ടിലേക്ക് നമ്മൾ റബ്ബറിന് കാർബൺ ക്രെഡിറ്റ് കിട്ടുമോ അല്ലെ അത് കിട്ടുമോ ഇങ്ങനെയുള്ള ചിന്തിക്കാതെ, ഈ മുളയ്ക്ക് നല്ലപോലെ ഉണ്ട്. കാർബൺ ക്രെഡിറ്റ് ഫണ്ടിലേക്ക് നമുക്കിത് വരുവാണെങ്കിൽ അനന്ത സാധ്യതയാണ്. ഏക്കറിന് 8 ലക്ഷം രൂപ വീതം കിട്ടുന്ന സംഭവമുണ്ട്, ഡോളറിന് 80 രൂപ റേറ്റ് ഉള്ളപ്പം. അപ്പോൾ നമ്മളിപ്പോൾ ഇത് വിവിധ തരത്തിലുള്ളത് ഞാനിത് ചെയ്യുന്നതും ഇതിൻ്റെ വരുമാനത്തിൻ്റെയും പറഞ്ഞു കഴിഞ്ഞാൽ, വരുമാനം 5-ാം കൊല്ലം കഴിഞ്ഞ് 6-ാം കൊല്ലം മുതൽ നമുക്ക് ശരിക്കും വരുമാനം കിട്ടും. എല്ലാ വർഷത്തേനും കിട്ടും. അതൊരു 50 കൊല്ലം കഴിഞ്ഞാലും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. കാരണം നമുക്ക് ഓരോ വർഷവും വെട്ടിയെടുക്കാം. രണ്ടാമത്തെ കാര്യം, ഇതിന് വേറെ പണിച്ച് ആദ്യം വെച്ചുകൊള്ളുന്ന ആദ്യത്തെ ഒരു വർഷത്തെ ബുദ്ധിമുട്ടേ ഉള്ളൂ. ആ ഒരു വർഷം നമ്മളിത് മറ്റ് പള്ളയൊന്നും കയറാതെ ചുറ്റാതെ ഒന്നും നോക്കിയാൽ മാത്രമേ, ഒറ്റ വർഷം. അതിലെന്ന് പറയുമ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോൾ ആർക്കും ആ ഓക്സിജൻ്റെ ഒരു ഫീല് ശരിക്കും കിട്ടും. അതറിയണമെങ്കിൽ നമ്മൾ പുറത്തുനിന്നുള്ളവർ വന്ന് കണ്ടു കഴിയുമ്പോഴാണ്. വന്ന് ഇവിടെ 100 കണക്കിന് 1000 കണക്കിന് എന്ന് പറയുന്ന പോലെ ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യന് പോലും ഇത് ഇഷ്ടപ്പെടാതെ വന്നിട്ടില്ല. സാധാരണ ഇവിടെ വന്നു കഴിയുമ്പോൾ ഓർക്കും, എല്ലാവരും ചോദിക്കും എന്നോട്, ഇവിടെ തേക്ക് എങ്ങനെയാണ് വന്നേ എന്നോർക്കും. അതിനകത്ത് ഏറ്റവും രസകരമായുള്ളൊരു കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തേക്ക് നമ്മൾ വെച്ചിരിക്കുന്നതും നമ്മൾ ഇതിൻ്റെ ഗുണമെടുത്തതും, നമ്മൾ 105 റബ്ബർ തോട്ടമായിരുന്നു ഇത്. ഈ 2.5 ഏക്കർ സ്ഥലം, 2 ഏക്കർ 64 സെൻറ്റ് സ്ഥലം 105ൻ്റെ റബ്ബറായിരുന്നു. ഒന്നിച്ച് വെച്ചതാണ്, ഒപ്പത്തിനൊപ്പം വളർന്നു കയറിയതാണ് ഈ തേക്ക്. ഞാൻ 2.5 വർഷമായി വെട്ടിക്കൊണ്ടിരുന്ന റബ്ബർ തോട്ടം ഞാൻ വെട്ടിക്കളഞ്ഞിട്ടാണ്
ഈ തേക്ക് അന്നേരത്തേക്കും വളർന്നു കഴിഞ്ഞു. ഇത് മനോഹരമായ മീനച്ചിലാറിൻ്റെ തീരമാണ്. ദൈവാനുഗ്രഹം കൊണ്ട് ഒരു 400 മീറ്റർ നീളം എനിക്ക് മീനച്ചിലാറിൻ്റെ തീരമുണ്ട്. എനിക്ക് ഭാവിയിൽ ഇവിടെ നല്ല ഒരു ടൂറിസം പരിപാടികൾ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ എപ്പോഴും ചെക്ക് ഡാം ഉള്ളതുകൊണ്ട് വെള്ളം ഇങ്ങനെ കിടക്കും. അപ്പോൾ അതിന് കൊട്ടവഞ്ചിയും അല്ലെങ്കിൽ കയാക്കിങ്ങിനുള്ളതും അങ്ങനെയുള്ള സംവിധാനങ്ങൾ, ചെറിയ ബോട്ടിങ്ങും ഇങ്ങനെയൊക്കെയുള്ളത് ചെയ്യണമെന്നുണ്ട്. നമ്മൾ പറയാറില്ലേ, ഒരാൾ എത്ര കാലം ജീവിച്ചിരുന്നു എന്നതിലല്ല കാര്യം, അയാൾ എന്തു ചെയ്തു എന്നതിലാണ് കാര്യം. ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹം ഇവിടെ ചെയ്യുന്നത് ഇന്നത്തെ തലമുറയ്ക്ക് വേണ്ടി മാത്രമുള്ള ഒരു കാര്യമാണ്. നാളത്തെ തലമുറകൾക്ക് ഓർത്തു വയ്ക്കാൻ അല്ലെങ്കിൽ അവർക്ക് പഠിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളാണ്. മകരകൊയ്ത്തിൻ്റെ ഈ മനോഹരമായ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും ഈ എപ്പിസോഡ് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ആഴ്ച വീണ്ടും നല്ലൊരു കർഷകനുമായി കാണുന്നവരെ ഇറ്റ്സ് മീ ജോബിൻ രാമണി സൈനിങ് ഓഫ് ഫ്രം മകരകൊയ്ത്ത്.